ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് കൂടി ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങളെ വീട്ടില് മെയിൻ സ്ലാബ് ചാന്തിട്ടതിന് ശേഷം ചില സ്ഥലങ്ങളിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു, ചില സ്ഥലങ്ങളിൽ പൊട്ടിപ്പോകുന്നു. അതിനൊക്കെ എന്താണ് കാരണമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ മെറ്റീരിയലിന്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ നമ്മൾ അട്ടക്കുളങ്ങര സൈറ്റിൽ മെയിൻ സ്ലാബ് ഇതുപോലെ റൂഫ് ചാന്തിടുകയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് ഉൾപ്പെടുത്തി ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സിങ്. സിമന്റും മണലും തമ്മിലുള്ള മിക്സിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം നടക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇടുന്നത് 8 കുട്ട മണലിന് ഒരു പാക്കറ്റ് സിമന്റ്. അതിനു മുമ്പ് നമ്മൾ എന്നാണോ സിമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തലേ ദിവസം ഇതുപോലെ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് അതായത് ടൈൽസിന്റെ പീസ് വെച്ച് നമ്മൾ ലെവൽ പിടിക്കും. അത് നമ്മൾ തലേ ദിവസം തന്നെ ചെയ്യണം. ഒരിക്കലും നമ്മൾ സിമന്റ് ചാന്ത് ചെയ്യുന്നതിന്റെ അന്ന് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങത്തില്ല. നമ്മൾ ഈ മുഴക്കോലിന് മാലിടാൻ നേരത്ത് ഇത് കൊണ്ട് ഡൗൺ ആവും. അങ്ങനെ ഡൗൺ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടും. അതുകൊണ്ട് നമ്മൾ തലേ ദിവസമാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇന്ന് രാവിലെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചാന്ത് മിക്സിങ്ങിന്റെ രീതി എന്ന് പറയുന്നത് 8 കുട്ട മണല് ഒരു പാക്കറ്റ് സിമന്റ്. അപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് 8 കുട്ട മണല് വേണോ, അതായത് 4 ചട്ടിക്കും പോലെ 6 ചട്ടി ഇട്ടാൽ പോരെയെന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ 6 ചട്ടിക്ക് ഒരു ചട്ടി സിമന്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, നമ്മളെ ഫ്ലോർ തട്ട് കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട്, അതായത് പഴയ ചാന്ത ഈ മണലിന്റെ ഇതൊക്കെ കാണും, അതെല്ലാം തൂത്തുവാരി കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരിക്കലും അതിന്റെ മേളിൽ സിമെന്റ് ചെയ്യാതെ. പിന്നെ രണ്ടാമത്, വാട്ടർ പ്രൂഫ്. പല ആൾക്കാരും ചോദിക്കുന്നത് ഇതിൽ വാട്ടർ പ്രൂഫ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, വാട്ടർ പ്രൂഫ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് പുതിയ തട്ടാണ്. പഴയ തട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വാട്ടർ പ്രൂഫിങ്ങിന്റെ ഡോക്ടർ ഫിക്സ് സിമന്റിൽ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് പുതിയ തട്ടാണ്. അപ്പൊ ഇതിൽ വേണമെന്നില്ല, നമുക്ക് ഇതിൽ നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഈ ഡോക്ടർ ഫിക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ട് കുറച്ച് കാലേ ആയിട്ടുണ്ട്. അതിനു മുമ്പും ആൾക്കാർ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വീടൊന്നും ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ, കാരണം നല്ല ആറ്റുമണല് അതുപോലത്തെ മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ ചെയ്തിട്ടുള്ള, ഞങ്ങള് ഒരുപാട് സൈറ്റിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് മാക്സിമം അത് നീറ്റായിട്ട് ചെയ്തു കൊടുക്കാനേ നോക്കുന്നുള്ളൂ. ഈ ചാന്ത് കൂട്ടുന്ന ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് വർക്ക് തീരാൻ വേണ്ടി, അതായത് രാവിലെ തുടങ്ങി ഒരു 12 മണിക്ക് വർക്ക് തീരാൻ വേണ്ടി തീരെ വെള്ളം ഒഴിക്കാതെ പൊടി പരുവത്തില് ചാന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ ചാന്ത് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത് സെറ്റായി കിടക്കും. അതിന്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിക്കും. ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. നിമിഷ നേരം കൊണ്ട് വർക്ക് തീരും. പക്ഷെ ആ ചാന്ത് ഇട്ടത് ഒരു സേഫ്റ്റിയും ഒരു ഗ്യാരണ്ടിയും കാണത്തില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഒരു ശകലം പൊട്ടിയാൽ മതി, അവിടെ നിന്ന് പറവറ പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന പോലത്തെ സൗണ്ട്, ആ ശബ്ദം ഉണ്ടാവും. എപ്പോഴും നമ്മൾ ചെയ്യാൻ നിർത്തുക, നിങ്ങൾക്ക് ഈ ഫ്ലോർ കാണാൻ പറ്റും, നമ്മൾ വെള്ളം ഒഴിച്ച് ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ചാന്ത് ഇത്തിരി ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ സിമെന്റ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല കരണ്ടി വെച്ച് നല്ല അടിച്ച് നല്ല ടൈറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ കോല് വെച്ച് മാല് പിടിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചാന്ത് നല്ല സീറ്റിംഗ് ആവും. അതായത് നമ്മൾ ഈ ചുമ്മാ വാരി ഇട്ടിട്ട് മുഴക്കോലിന് വലിച്ചു കഴിഞ്ഞാൽ ചാന്ത് ഒരിക്കലും അതൊരു സീറ്റിംഗ് ആവത്തില്ല. അപ്പൊ അത് പല ആൾക്കാരും അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയിൻ സ്ലാബ് ചാന്ത് ഇടുന്നത്. നമ്മൾ നല്ല ലൂസ് ചാന്ത് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കാല് വെച്ചൊക്കെ ചവിട്ടി നല്ല ഉറപ്പിക്കണം. ഉറപ്പിക്കാതെ നമ്മൾ ഒരിക്കലും അതിന്റെ മേളിൽ ജസ്റ്റ് ചാന്ത് ഇട്ട ഉടനെ കോല് വരയ്ക്കരുത്. അങ്ങനെ കോല് വലിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ ഗ്രൗട്ട് വീട്ടാൻ നേരത്തെ ചവിട്ടി നിൽക്കുമ്പോൾ അവിടെ കൊണ്ട് ഡൗൺ ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ അറിയാം. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൽ ഗ്രൗട്ട് ഒഴിക്കുന്നത്, നമ്മൾ എപ്പോഴും ഫ്ലോറിൽ ഗ്രൗട്ട് ഉണങ്ങരുത്.
ഉണങ്ങിയതിന് ശേഷം അതിന്റെ മേളിൽ ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ചാന്തും ഈ ഫ്ലോറുമായിട്ട് ഒരിക്കലും പിടിക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വീഴുമ്പോഴാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഗ്രൗട്ട് കറക്റ്റ്, നമ്മൾ ചാന്ത് കറക്റ്റ് ഈ ഫ്ലോറിൽ കോൺക്രീറ്റിൽ പിടിച്ചു കിടക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലൂസ് ഗ്രൗട്ട് തന്നെ ഒഴിക്കണം. പിന്നെ അതിന്റെ ടോപ്പിൽ ഗ്രൗട്ട് ചുറ്റുന്നത്, പല ആൾക്കാരും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ ആ 1000 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റും സിമെന്റ് ചെയ്തതിന് ശേഷം അവസാനമായിരിക്കും ഈ ഗ്രൗട്ട് ഒഴിക്കുന്നത്. അതും ഗ്രൗട്ട് നല്ല കട്ടിക്കായിരിക്കും ഒഴിക്കുന്നത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണെങ്കിൽ അതിന്റെ ഒരു 4% നമ്മൾ ഇതുപോലെ മുഴക്കോല് വലിച്ച് ചാന്ത് ഇട്ടതിന് ശേഷം അത് ഗ്രൗട്ട് ചുറ്റണം. ഒരു മേസ്തിരി അങ്ങോട്ട് മാറി അത് ഗ്രൗട്ട് ചുറ്റി കഴിഞ്ഞാൽ ഈ ചാന്തിൽ ഒരു നനവ് കാണും. ആ ഈർപ്പവും ഈ ഗ്രൗട്ടുമായിട്ട് നല്ല രീതിയിൽ പിടിക്കും. മറ്റേത് സിമന്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മേളിൽ നമ്മൾ ഗ്രൗട്ട് ചുറ്റി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഗ്രൗട്ട് പാടയോടെ അങ്ങ് ഇളകിപ്പോകും. ഈ സിമന്റുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പൊ പല പല സൈറ്റിലും നമ്മൾ ഒരുപാട് മെയിൻ്റെനൻസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ പല സൈറ്റിലും സംഭവിക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിമന്റ് മിക്സിങ്, രണ്ടാമത് ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പിടിക്കും. അതുകൊണ്ട് നല്ല വെയിലാണ് അടിക്കുന്നത്, റൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും. അപ്പൊ നല്ല വെയിലടിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ലൂസ് ഗ്രൗട്ട് വേണം ഒഴിച്ചതിന് ശേഷം വേണ്ടി മാത്രമേ നമ്മൾ ഇതിൽ ചാന്ത് തേച്ച് ഫിനിഷ് ചെയ്ത് ഇറങ്ങാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പോർഷൻ പോയി ചാന്ത് ഇടാം. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രഹസ്യം പണി കിട്ടും. അപ്പം മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരിക്കലും ആ ഒരു തട്ടില് ഈ പറഞ്ഞ മിസ്റ്റേക്ക്, പൊട്ടലോ അല്ലെങ്കിൽ ആ സൗണ്ടോ ഒന്നും വരത്തില്ല. ആ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് അത് അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ പൊട്ടൽ വരും. ഒരു ശകലം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവിടെ നിന്ന് മാറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ചെയ്യുന്ന വർക്ക് അത്രയും നീറ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പോകരുത്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഇടയ്ക്ക് ഒരു മാല് പോയി. അപ്പൊ ആ മാല് പോയത് കൊണ്ടാണ് അവിടുത്തെ ഒരു ഓട് ഇളകി വന്ന് നമ്മൾ രണ്ടാമത് നൂല് പിടിച്ചാണ് അവിടെ ഓട് വെച്ച് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.